ഒന്നാം ഭാഗത്തിൽ സ്റ്റീഫൻ പറഞ്ഞ പോലെ ചെകുത്താൻ്റെ സ്വന്തം നാട്ടിലേക്ക് ലാലേട്ടനെ ഞങ്ങൾ ക്ഷണിക്കുകയാണ് 2025-27 മാർച്ച്. ഈ ഒരു ദിവസം കുറിച്ചു വെക്കാത്ത മലയാളി ലാലേട്ടൻ ഫാൻസ് ഉണ്ടാവില്ല. അപ്പോൾ പുള്ളിക്കാരൻ്റെ ക്യാരക്ടർ വീഡിയോ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്, ഔട്ടായിട്ടുണ്ടാവും. ജസ്റ്റ് കാണാത്ത ആൾക്കാർ കണ്ടു നോക്കുക. പറഞ്ഞു വരുന്നത് വേറൊന്നുമല്ല, ഇതൊരു സീക്വലായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് സീരിയൽ പോലെ മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് അതിൻ്റെ അർത്ഥം. ഫസ്റ്റ് സെക്കൻഡോടെ തീർക്കേണ്ട സിനിമ പടം ചെയ്തു വന്നപ്പോൾ കുറച്ച് അടിപൊളിയായിട്ടുണ്ട്. സോ അത് നമുക്ക് കുറച്ചും കൂടി ഒന്ന് വലിച്ചു നീട്ടി കാണിച്ചു കഴിഞ്ഞാൽ കുറച്ച് അടിക്കാം എന്നുള്ള മൈൻഡിലാണെന്ന് തോന്നണു. അതോ സിനിമയ്ക്ക് വേണ്ടിയാണോ എന്നറിയാൻ പാടില്ല. മച്ചാൻ കുറച്ച് വലിച്ചു നീട്ടുന്നുണ്ട്. തേർഡ് പോർഷൻ, അതായത് മൂന്നാം ഭാഗം അനൗൺസ് ചെയ്തില്ല എന്ന മട്ടിലാണ് ഈ വീഡിയോ ഇപ്പോൾ ഔട്ടാക്കിയിരിക്കുന്നത്. ലാലേട്ടൻ തന്നെ വായിൽ നിന്ന് വന്നിട്ടുണ്ട്. സെക്കൻഡ് പോർഷൻ കഴിയുമ്പോൾ തേർഡിന് ഒരു ലിങ്ക് കിട്ടും, അതായത് തേർഡ് ഉണ്ട് എന്നാണ് പുള്ളി ഉദ്ദേശിച്ചത്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. വാ. ലൂസിഫർ എന്ന സിനിമയിൽ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന കഥാപാത്രം, ആ സിനിമയുടെ അവസാന ഘട്ടത്തിൽ അയാൾക്ക് മറ്റൊരു പേരുണ്ടെന്നും അയാൾ ഭരിക്കുന്ന മറ്റൊരു ലോകമുണ്ടെന്നും നിങ്ങളെ അറിയിച്ചു. രണ്ടാം ഭാഗത്തിലേക്ക് വരുമ്പോൾ ഖുറേഷി അബ്രഹാം എന്ന ആ കഥാപാത്രവും അയാളുടെ ലോകവുമാണ് നിങ്ങൾ കൂടുതൽ പരിചയപ്പെടാൻ പോകുന്നത്. എങ്ങനെ ഖുറേഷി അബ്രഹാം അയാളുടെ ലോകത്തിലെ പ്രശ്നങ്ങളും കേരളം അഭിമുഖീകരിക്കുന്ന ഇപ്പോഴത്തെ പുതിയ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമുണ്ടാക്കുന്നു എന്നതിനെ കുറിച്ചാണ് ഈ സിനിമ. ഖുറേഷി അഥവാ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന കഥാപാത്രത്തിന്റെ മുഴുവൻ കഥ ഒരുപക്ഷെ നിങ്ങൾക്കറിയണമെങ്കിൽ നിങ്ങൾ ഈ ഫ്രാഞ്ചൈസിന്റെ ടെക്നോളജിയായി പറയാൻ പോകുന്ന ഈ കഥയുടെ മൂന്നാം ഭാഗവും കാണേണ്ടി വരും. അതുകൊണ്ട് തന്നെ രണ്ടാം ഭാഗത്തിന്റെ അവസാനത്തിൽ മൂന്നാം ഭാഗമുള്ള ലീഡ് കൂടി കാണാൻ സാധിക്കും. എന്റെ സിനിമാ ജീവിതത്തിലെ ഏറ്റവും വലിയ സിനിമ ആയിട്ടാണ് ഞാൻ എമ്പുരാനെ കണക്കാക്കുന്നത്. അതിന്റെ രണ്ടാം വളരെ ശ്രദ്ധയോടും വലിപ്പത്തിലും ചിത്രീകരിക്കാൻ ഞങ്ങൾ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. അതിൽ അഭിനയിക്കുന്ന ഓരോ അഭിനേതാക്കളും അതിന്റെ ലൊക്കേഷനും ഒക്കെ അത്രയും പ്രാധാന്യം കൊടുത്താണ് സംവിധായകൻ ചിത്രീകരിച്ചിരിക്കുന്നത്. പൃഥ്വിരാജ് എന്ന സംവിധായകന്റെ വളരെ ശ്രദ്ധേയമായ ചിത്രമായി ഇത്. എമ്പുരാന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഖുറേഷി അബ്രഹാം ദൈവത്തിന്റെ സ്വന്തം നാട്ടിലേക്ക്. ഒന്നാം ഭാഗത്തിൽ സ്റ്റീഫൻ പറഞ്ഞ പോലെ ചെകുത്താന്റെ സ്വന്തം നാട്ടിലേക്ക് എങ്ങനെ തിരിച്ചു വരുന്നു എന്നുള്ളതാണ് ഈ സിനിമ. ആ വരവിനായി കാത്തിരിക്കും. ഞാനും കാത്തിരിക്കുകയാണ്. മാർച്ച് 27 എമ്പുരാൻ. മാർച്ച് 27 എമ്പുരാൻ റിലീസാവുമ്പോൾ എന്തൊക്കെ ഇവിടെ കാണണോ എൻ്റെ പൊന്നോ. എന്തായിരിക്കും ഒരു മൂന്നാം ഭാഗത്തിന് വേണ്ടി കണ്ടുവച്ചേക്കണ ആ ഒരു ഷോട്ട്. എൻ്റെ പഞ്ച് വേണമല്ലോ, കണ്ടറിയണം. രാജുവേട്ടനല്ലേ ആള്. ലാലേട്ടനും രാജുവേട്ടനും എല്ലാവരും കൂടി ശരിക്കും നമുക്കിട്ട് താങ്ങനുണ്ട് കേട്ടോ. വലിച്ചു കെട്ടി റബ്ബർ ബാൻഡ് പോലെ ആണ്ടിരുന്നാൽ മതിയായിരുന്നു. എന്തായാലും ബെസ്റ്റ് വിഷസ് മക്കളെ.